നാസർ സാഹിബ് കുടിയത്തൂർ, പ്രിയപ്പെട്ട നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ഹാജി കക്കാട്, പ്രിയപ്പെട്ട ICS, RSC, ACS, പ്രിയപ്പെട്ട പ്രവർത്തകർ, ഞാൻ ഓതി കേൾപ്പിച്ച ആഴ്ച നിങ്ങൾ മനഃപ്പാടമാകുന്നത് വളരെ നന്നായി. ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ, പട്ടി പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ വളരെ ഫലപ്രദമായ ഒരായത്താണ് ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ തഹ്രീമിലെ സൂറത്തുൽ ത്വലാഖിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്താണ്. ഞാൻ ഒന്നുകൂടി പറയാം, കൂടെ ഓതാം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. കഴിഞ്ഞ ദിവസം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന TP യൂനിസ് ഡോക്ടർ എന്നോട് പറഞ്ഞു, 6 വർഷം മുമ്പ് ഈ ആയത്ത് ഞാൻ പതിവാക്കാൻ തുടങ്ങിയതാണ്. ഉസ്താദിന്റെ നസീഹത്ത് കേട്ട് അതിന്റെ ശേഷം ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, ഒരു വിഷമവും പ്രയാസവും ഉണ്ടായിട്ടില്ല. പഠിക്കുന്ന കാലത്ത് ഞാൻ തുടങ്ങിയതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ഈസിയായി വന്നു. പെട്ടെന്ന് JRF മാസം 40,000 കിട്ടി. അടുത്ത 5-ാം തീയതി കല്യാണം നടക്കുകയാണ്. അതിന് വേണ്ട ചെലവുകളൊക്കെ ഉമ്മയോ വാപ്പയോ ഭാര്യ വീട്ടുകാരോ ആശ്രയിക്കാതെ എനിക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നത് ആ ആയത്തിന്റെ അർത്ഥം പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അത് ജീവിക്കുക, പറയുക. മലേഷ്യ, സിംഗപ്പൂരൊക്കെ ചെന്ന ഏത് മുസ്ലിം വീട്ടിലും ഈ ആയത്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നു. ആദ്യം തന്നെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, പൂർണ്ണമായും അല്ലാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും ഉൾക്കൊള്ളുകയും പരിശീലിപ്പിക്കുകയും ചെയ്താൽ, അല്ലാഹു നിരോധിച്ചതെല്ലാം ഒഴിവാക്കുകയും വർജിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്താൽ, യജ്അൽ ലഹു മഖ്റജ, എല്ലാത്തിനും ഒരു പരിഹാരം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ഒരു പ്രയാസവും വിഷമവും ഉണ്ടാവില്ല. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുത്തു. പക്ഷെ അത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും. എനിക്കൊരു1000 സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ 2 സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നടത്തുന്നു. ഒന്ന്, ആധുനിക ലോകം മുഴുവനും വാനോളം പുകഴ്ത്തുന്ന, പല മേഖലയും കിങ്ങെന്ന് വിളിക്കുന്ന വ്യക്തിത്വമാണല്ലോ മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ എത്ര വലിയൊരു അത്ഭുത പ്രതിഭാസം, എന്തൊരു ഇതിഹാസം. അദ്ദേഹത്തിന് അനന്തകോടി ഫോളോവേഴ്സ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ശ്രദ്ധിക്കാൻ, ആസ്വദിക്കാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു 150 കൊല്ലം ചുരുങ്ങിയത് ജീവിക്കണം. 150 കൊല്ലം ജീവിക്കണം. ആ സ്വപ്നം മാത്രമല്ല, ആ ഒരു വിഷൻ മാത്രമല്ല, അതിന് മിഷനുകൾ എന്തെല്ലാം അദ്ദേഹം ചെയ്തു. സ്ഥിരമായി കാലിഫോർണിയയിലെയും ലോസ് ആഞ്ചലസിലൊക്കെ ലോക പ്രശസ്തരായ
12 ഡോക്ടർമാരെ കൂടെ കൊണ്ടുനടക്കുക. എപ്പോഴും അദ്ദേഹത്തിന് അടി തൊട്ട് മുടി വരെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, വല്ല കുഴപ്പമുണ്ടോ, അപ്പോൾക്കപ്പത് പരിഹരിക്കാൻ. നമ്മളൊക്കെ കൊല്ലത്തിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പോ മറ്റൊക്കെ ആയിരിക്കും നടത്തുന്നുണ്ടായത്. 12 ഡോക്ടർമാർ, അതോ ലോക പ്രശസ്തരായ ഡോക്ടർമാരെ മാത്രല്ല, അദ്ദേഹത്തിന്റെ ഹാർട്ടിനോ കിഡ്നിക്കോ ബ്രെയിനോ ഏതെങ്കിലും ഒരു പാർട്ടിന് വല്ല തകരാറും സംഭവിച്ചു പോയാൽ ഉടൻ ട്രാൻസ്ഫർ ചെയ്യാൻ 15 ദാതാക്കൾ ഹാർട്ട് കൊടുക്കാൻ, കിഡ്നി കൊടുക്കാൻ, ബ്രെയിൻ കൊടുക്കാൻ കൂടെ ചെലവെടുത്ത് കൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളം ലാബറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് കെമിക്കലൊന്നുമില്ല, ഇതിന് യാതൊരു നിലക്കുള്ള ആശങ്കകളും വേണ്ട എന്ന് കരുതിട്ട് അദ്ദേഹം കുടിക്കലുണ്ടാവും. അദ്ദേഹത്തിന്റെ ബെഡ് പ്രത്യേകം ഓക്സിജനൊക്കെ സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എല്ലാം ക്ലിയറായി കിട്ടുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു സെക്കൻഡിൽ എത്ര കോടികൾ, ചില എത്ര ബില്യൺ, ട്രില്യൺ, ചില്യൺ ഡോളർ ചെലവഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര കൊല്ലം ജീവിക്കണം? 150 ജീവിച്ചാൽ മതിയോ? അദ്ദേഹം ജീവിച്ച എത്ര നല്ലത്? 2009 ജൂൺ 25 3:35 50ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഹാർട്ടങ്ങ് പറ്റ നിലച്ചുപോയി. മാറ്റി വെച്ചിട്ടോ മറ്റൊന്നും നടന്നില്ല, മരിച്ചുപോയി. എന്തെല്ലാം സ്വപ്നങ്ങൾ! അദ്ദേഹത്തിന്റെ സ്വപ്നം എന്തായിരുന്നു? 150 കൊല്ലം ജീവിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷേ സാധാരണക്കാരന് കിട്ടുന്നതോ 25 കൊല്ലം. അദ്ദേഹത്തിന്റെ 25 വയസ്സ് തൊട്ടിട്ട് അദ്ദേഹം ഇതേ ലെവലില 12 ലോക പ്രശസ്തരായ ഡോക്ടർമാരെ എന്തിനെന്ത് കേട് സംഭവിച്ചാലും അത് മാറ്റാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ ദാതാക്കളെ കൊണ്ടുവന്നു എല്ലാം. പക്ഷേ ചെയ്തിട്ട് എന്താ? അതങ്ങ് നിലച്ചുപോയി. എന്നാൽ ആ കൂടുതൽ ഒന്നുകൂടി വായിക്കും. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രഗൽഭമായ, ഏറ്റവും കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മത്നു അബീ ശുജാ. എല്ലാവരും ബൈഹാർട്ടാക്കേണ്ട കിതാബാണ്. മുഖ്തസർ അബീ ശുജാ, മത്നു അബീ ശുജാ പല പേരിലും പറയപ്പെടുന്നതാണ്. അതൊക്കെ ജോർദാനിൽ ഉള്ള പണ്ഡിതന്മാരൊക്കെ തബറുക്കിന് വേണ്ടി എന്നെ കൂടെ ഫുൾ ഓദിച്ചു ഒരു വെള്ളിയാഴ്ച. ഇത്രമാത്രം ആദരവോടെ കണ്ടൊരു കിതാബാണ്. അതിന്റെ രചയിതാവ് അബൂ ശുജാ റളിയല്ലാഹു തആല തങ്ങൾ അങ്ങനെ 150 കൊല്ലം ജീവിക്കാനൊന്നും തീരുമാനം എടുത്തില്ല. അങ്ങനെ ഡോക്ടർമാരെ കൂടെ കൊണ്ടുവരുന്നിട്ടില്ല, ദാതാക്കളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ടെസ്റ്റ് സാധാരണ നോർമലി ജീവിതം. പക്ഷേ 160 കൊല്ലം ജീവിച്ചു. വിജയിപ്പിക്കാണ് 160 കൊല്ലം ജീവിച്ചു എന്നല്ല, ആ വാർദ്ധക്യത്തിൽ പോലും എന്തെങ്കിലും കണ്ണിന് മങ്ങലോ, കേൾവിക്കൊരു ഇടർച്ചയോ, സംസാരത്തിന് പ്രയാസം ഒന്നും സംഭവിച്ചിട്ടില്ല. എത്രാമത്തെ വയസ്സിലെ? 160 വയസ്സ്. അബൂ ശുജാ റളിയല്ലാഹു ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങളുടെ ആയുർദൈർഘ്യത്തിന്റെ, ആരോഗ്യത്തിന്റെ സീക്രട്ട്? മഹാന്മാർ പറഞ്ഞ മറുപടി, എന്റെ യുവത്വത്തിൽ, എന്റെ ശൈശവ ഞാൻ അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു ഹറാമ് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, ദീപത്ത് കേട്ടിട്ടില്ല, ഞാനൊരു തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല.
അപ്പൊ എന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് ഒരു വിഷമം അല്ലാഹു തആല തന്നില്ല. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ എന്റെ യുവത്വത്തിൽ ഞാൻ ചെയ്തില്ല. അപ്പൊ എന്റെ വാർദ്ധക്യത്തിലോ എനിക്ക് ഇഷ്ടമില്ലാത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയുടെ ഭാഗത്താണ് മഹാനായ അബൂ ശുജാ റളിയല്ലാഹു തആല തങ്ങളുടെ ഖബർ കിടക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം ഇനി നമ്മുടെ നേതൃത്വം മഹാനാ താജുൽ മഹാനാ നൂറുൽ ഉലമ തുടങ്ങി നമ്മുടെ എത്ര നേതൃത്വം നൂറിന്റെ അടുത്ത് ജീവിച്ച് അവർ ഡയറ്റ് അവർ എക്സസൈസ് അവർ വല്ലതും ചെയ്ത് 2 വർഷം SVS മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സ്വാതന്ത്ര്യ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് സ്റ്റേജ് വിട്ട് ഇറങ്ങുമ്പോൾ മന്ത്രി സ്റ്റേജിലേക്ക് കാര്യമായി. എനിക്ക് അടുത്ത് പരിചയമുള്ള മന്ത്രിയാണ്, തമാശ പറയാൻ പറ്റുന്ന മന്ത്രിയാണ്. ആ മന്ത്രി എന്നോട് ചോദിച്ചു, പുള്ളിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? പുള്ളി കാന്തപുരം ഉസ്താദ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര ആയിട്ടുണ്ടാവും ചോദിച്ചു. അബൌട്ട് 60 എത്ര 60 വയസ്സ്. ഞാൻ പറഞ്ഞു അബൌട്ട് 90. അബൌട്ട് എന്നോട് മന്ത്രി പറയാണ്, പുള്ളിന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒന്നും തോന്നുമല്ലോ. എത്രയായി 90 തോന്നുമല്ലോ. മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 2 വർഷമുള്ള റബീഉൽ അവ്വൽ 12 ഞാനൊന്ന് ദുബായിലാണ്, ഓർലൻഡിൽ പരിപാടിയാണ്. അപ്പോഴാണ് വളരെ വേദനിപ്പിക്കുന്ന വാർത്ത കേട്ടത്. വളരെ സീരിയസ് ആണ്. ഞാൻ പെട്ടെന്ന് പ്രിയപ്പെട്ട SVS ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം മസ്ജിദി ഡോക്ടർ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. സീരിയസ് ആണോ? എല്ലാവരും വരാൻ പറ്റില്ല. അപ്പോൾ കപ്പലിൽ ടിക്കറ്റ് എടുത്തു, പോകാൻ തീരുമാനിച്ചു. അന്ന് ഹോറഞ്ച് കൂടി ആയിരക്കണക്കിന് ആൾ ചോദിച്ചു നോക്കിയാലറിയാം. എല്ലാവരും പറഞ്ഞു ഉസ്താദ് എന്തായാലും മതി, ബുഖാരി ഓതി കൊടുത്താൽ മതി. അന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ പറഞ്ഞു ഉസ്താദ് പൂർവോപരി ആരോഗ്യത്തോടെ, ശക്തിയോടെ, ഹിമ്മത്തോടെ ഇനിയും ലോകമൊട്ടാകെ സഞ്ചരിക്കാൻ കഴിയണം. നാട്ടിലെത്തി അറിഞ്ഞ ഉടനെ തന്നെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ ഹെഡ്ക്വാർട്ടർ ആദ്യം ഓരോ അഡീഷണൽ ഓഫീസുകളിൽ നിന്ന്, പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസുകളിൽ നിന്ന് വിളിവരാൻ നിങ്ങളാളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് കുറെ രഹസ്യം ഉണ്ടാവും, സ്വകാര്യ വാർത്തകൾ. ചരമക്കുറിപ്പ് കൊടുക്കാൻ അങ്ങനെ വിഷയമില്ലല്ലോ, എന്താ പറഞ്ഞത്, അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ മറച്ചു വെച്ചത് കാര്യം ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഏത് വലിയ പ്രസ്ഥാനത്തിനും PROമാരായിട്ട് വന്നിട്ടോ ഹോസ്പിറ്റലിൽ PROമാർക്ക് തന്നെ വിളിക്കണം. ഡോക്ടർമാർക്ക് നേരെ ഡോക്ടർമാരുള്ളത് പോലെ കേൾക്കുന്നു. ഉടൻ കേരള മുസ്ലിം ജമാഅത്ത് മീറ്റിംഗ് കൂടി ഒരു കാര്യം തീരുമാനിക്കും. നമ്മൾ ഓർക്കുന്ന അറിയില്ല, മെഡിക്കൽ ബുള്ളറ്റിൻ കേരള മുസ്ലിം ജമാഅത്ത് മീറ്റിംഗിൽ അത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ഡോക്ടർമാർ ഒരു കാര്യം പുറത്തു വിടാൻ പാടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ ഏരിയയിലും ചെയ്തു. സംഭവിച്ചാൽ ട്രാഫിക് ജാമുകളും മറ്റൊക്കെ വേദനിക്കുന്നവല്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ സ്വലാത്തുകളും ദിക്റുകളും ദുആകളും നോമ്പുകളും തവാഫുകളും ഉംറകളും മനസ്സറിഞ്ഞ് ചെയ്തപ്പോ നിങ്ങൾ ഓർക്കുന്നോന്ന് അറിയില്ല, റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ എനിക്ക് നല്ലളത്ത് പരിപാടിയാണ്. ഇപ്പൊ എന്തായി,
ഇപ്പൊ എന്തായി? ഇപ്പൊ മറ്റോരില്ലേ, മറിച്ചോരില്ലേ, ഇതൊക്കെ പോരാ. ഞാൻ എൻ്റെ എല്ലാ വിഷമത്തോടെ ഞാൻ പറഞ്ഞു പോയി. ഇതിനൊക്കെ ഇൻഷാ അല്ലാഹ് ആരും മറുപടി പറയും. ഓർക്കുന്നുണ്ടോ? വൈറലായ എന്നെ പലരും വിളിച്ച് ഉപദേശിച്ചു. തങ്ങളെങ്ങനെ അങ്ങനെ പലത് പറഞ്ഞു. വളരെ ചെറുപ്പക്കാരനല്ല, ആവേശത്തോടെ എന്തെങ്കിലും പലരും കാരണം ചെടി അത് ട്രോളാക്കിയ ആളുകൾ ഓർക്കുന്നുണ്ടാവൂല. മനസ്സിലെ വേദന കൊണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ഉസ്താദിന്റെ ശേഷം അക്കാലം വരെ കിട്ടാത്ത എത്ര വലിയ അംഗീകാരങ്ങൾ ഉസ്താദിന് കിട്ടി, എത്ര വലിയ സ്വീകാര്യത. ഇന്ന് ഉസ്താദ് ദുബായിലെ മർക്കസിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് മഹത്വത്വങ്ങളും അതിൽ കൂടേണ്ടവരാണ്. ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ അതാണ് എനിക്ക് ആയിരക്കണക്കിന് ഉദാഹരണം പറയാനുണ്ട്. ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് പറയാനുണ്ട്, പലതും പറയാനുണ്ട്. സമയക്കുറവുണ്ട്. അല്ലാഹു പൂർണ്ണമായും സമർപ്പിച്ച് അല്ലാഹു ആജ്ഞാപിച്ചതൊക്കെയും ചെയ്ത് അല്ലാഹു നിരോധിച്ചതൊക്കെ ഒഴിവാക്കിയാൽ എല്ലാറ്റിനും പരിഹാരം അവൻ വിചാരിക്കാത്ത, നിനക്കാത്ത, ധരിക്കാത്ത രൂപത്തിലുള്ള അല്ലാഹുവിന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു. പൂർണ്ണമായും അല്ലാഹു പരമേൽപ്പിച്ച് തവക്കുലാക്കി കഴിഞ്ഞാൽ അല്ലാഹു മാത്രം. അവൻ ഉദ്ദേശം മുഴുവൻ അല്ലാഹുവിനെ സാധിക്കും. പക്ഷേ ഒരു കാര്യം, എല്ലാറ്റിനും അവൻ ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. നീ ഉദ്ദേശിച്ച സമയത്തായിക്കൊള്ളില്ല, പക്ഷെ അല്ലാഹുവിന്റെ ഉദ്ദേശിച്ച ഒരു സമയം നീ ഉദ്ദേശിച്ച രൂപത്തിലായിക്കൊള്ളില്ല. അല്ലാഹുവിന്റെ ഉദ്ദേശം അത് കിട്ടാതെ കഴിയില്ല. ഈ ആയങ്ങളെ പതിവാക്കുകയാണ്. എന്നിട്ട് ഈ അർത്ഥത്തിൽ നിങ്ങൾ അല്ലാഹു തആലക്ക് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ അല്ലാഹു കൽപ്പിച്ചൊക്കെ ചെയ്യാതെ മാഷാ അല്ലാഹ് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ. അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് മഅദിൻ അക്കാദമി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമൊന്നുമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എത്ര സ്ഥാപനം കേരളത്തിലുള്ളത്? 10-700 ഏക്കർ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് 3000 ഏക്കർ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം, 10 നൽകിയ സ്ഥാപനം അവർക്ക് 30 ഏക്കർ പോലും കാണിക്കാൻ കഴിയില്ല. അതേ സ്ഥാനത്താണ് 1997 ജൂൺ 6 ആദ്യം തുടങ്ങുമ്പോൾ 1 സെന്റ് ഭൂമി സ്വന്തമില്ല, 1 രൂപ ബാങ്ക് ബാലൻസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ. നാം അതിനുള്ള തൗഫീഖോടുകൂടെ 250 ഏക്കർ ഭൂമിയാണ്, 10 ക്യാമ്പസ്, 55 സ്ഥാപനങ്ങളാണ്, 30,400 കുട്ടികളാണ്. ആ സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ കേവലം വെറും പഠിപ്പിച്ചു വിടലല്ല, 67 രാജ്യങ്ങളിൽ 67 രാഷ്ട്രങ്ങളിൽ മഅദിന്റെ സന്തതികൾ RSCയുടെ 18 രാജ്യങ്ങളിൽ കമ്മിറ്റി വന്നു. UK-യിലും US-ലും ജർമ്മനിലും ഒക്കെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വന്നപ്പോൾ എന്നോട് സഖിയ പറഞ്ഞത് അതിന്റെ നാഷണൽ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം അതിന്റെ സന്തതികളായിരിക്കും. എങ്ങനെ എന്റെ കാര്യം മനസ്സിലാക്കി തച്ചിട്ടില്ല. അല്ല, അതിന് വേണ്ടത് ഒന്ന്, നമുക്ക് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അവിടങ്ങളിലൊക്കെ
വിസ അടിച്ച് കിട്ടാൻ, ജോലി കിട്ടാൻ. ജർമ്മനിൽ എന്തുണ്ടായിട്ടും കാര്യം ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും കാര്യമില്ല. ജർമ്മൻ ഭാഷ എങ്കിലേ ജർമ്മനിൽ എന്ത് കിട്ടുള്ളൂ. ഇവിടെ ഇവിടെ ജോലി കിട്ടുന്നത് അറബി ഭാഷ നന്നായി അറിയണം. ഇവിടെ ഒക്കെ സൂക്ഷിക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും അപ്പുറം യൂറോപ്പ് രാജ്യങ്ങളിൽ, US സ്റ്റേറ്റുകൾ അവരുടെ പ്രാദേശിക ഭാഷകൾ അവർ വല്ലാതെ ആ ഭാഷകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് പോകാൻ കഴിയാത്തത്. അവിടങ്ങളിലല്ല, നമ്മുടെ നാടുകളിൽ എത്രമാത്രം സ്കോപ്പ് ഉണ്ട്. നേരത്തെ നമ്മളിപ്പോഴും ഇല്ലാതായിട്ട് കരുതുന്നത് ഇംഗ്ലീഷൊക്കെ. ഇംഗ്ലീഷിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആവണം. എത്ര കാലം അദ്ദേഹം കഷ്ടപ്പെടണം. SLC എഴുതി 15-16 വയസ്സായി. 2 കൊല്ലം +1 എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പുതിയ 4 കൊല്ലം, പിന്നെ PG, പിന്നെ JRF, പിന്നെ PhD, ഡബിൾ PhD, പിന്നെ PSc എന്നിട്ട് കിട്ടിയെങ്കിൽ കിട്ടി, സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ 2 കോടി 3 കോടി രൂപ കെട്ടി വെക്കണം. എന്നിട്ടോ 35-ാമത്തെ വയസ്സിൽ 40-ാമത്തെ വയസ്സിൽ എത്ര സർവീസ് ഉണ്ടാകുക? 15 കൊല്ലം സർവീസ് ആകുമ്പോഴേക്ക് റിട്ടയർഡ് ആകാൻ എന്നാ നേരത്തെ പ്രിയപ്പെട്ട ഇസ്മായിൽ ഹാജി കക്കാട് പറഞ്ഞത്. കണ്ണൂരിൽ കീച്ചിട്ടുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? മട്ടന്നൂരെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും കണ്ണൂരിൽ കീച്ചേരിയുള്ള ഫായിസിൽ 23 വയസ്സായി. കണ്ണൂര് ടീച്ചർ ഫായിസ് എത്ര വയസ്സായിട്ടുള്ളൂ? 23 വയസ്സായിട്ടുള്ളൂ. ഇപ്പോ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ സ്പാനിഷ് ഫാക്കൽറ്റീസിൽ എന്തായി? ഫാക്കൽറ്റി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പ്രൊഫസറായി അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ടു. അഥവാ ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് നിന്നില്ല. സ്പാനിഷ് നമ്മുടെ നാട്ടുകാരും തുടങ്ങിയിട്ടില്ല. നമ്മളെപ്പോഴും ഏറ്റവും അതിനൂതനം നോക്കിയിട്ട് എല്ലാവരും ചെയ്യലല്ല. നിങ്ങൾ വരുമ്പോ, എന്റെ വീട്ടിൽ വരുമ്പോ തിന്ന് മടുത്ത 100 വിഭവം തരുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇതുവരെ കാണാത്ത രണ്ടെണ്ണം തന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സൽക്കാരമാവില്ലേ? അത് എത്ര ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ടെങ്കിലും ശരി, അപ്പൊ നിങ്ങൾക്ക് കുറെ ന്യായം ഉണ്ടാവും. അങ്ങനെ ഭാഷ നിങ്ങളുടെ കുട്ടികൾക്ക് ഓരോ കാര്യത്തിനനുസരിച്ച് ഈ 10 കൊല്ലം കഴിഞ്ഞ് സ്പാനിഷ് കൊടുത്താൽ മതിയാണ്. ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാതെ പറ്റിയ ഏറ്റവും അതിനൂതനമായ സംവിധാനമാണ് ഫോറിൻ ലാംഗ്വേജുകൾ. ഇനി അത് കഴിഞ്ഞ കാര്യങ്ങൾ വേറെ നൂതന സംവിധാനത്തിലേക്ക് പോകണം. അങ്ങനെ പോയാൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ, അതിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ 3 ഫോറിൻ ഭാഷ പഠിക്കുന്നത് നിർബന്ധമാണ്. എന്നെങ്കിലും അതേ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. കാരണം വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് കൊച്ചി ഷാജഹാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായിട്ടുണ്ടായി 4 കമ്പനിക്ക് എന്താകുന്നുണ്ടായി 3 ലക്ഷം ശമ്പളം തരാം. ഒക്കെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ വലിയ മാർക്കുള്ള ആരാണ്? ഐക്യരാഷ്ട്ര സഭയുടെ പ്രകൃതി ദുരന്ത വിഭാഗം ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് അദ്ദേഹം. വഴിയിൽ വന്നപ്പോ പത്രക്കാരൊക്കെ ആവുക അത്ഭുതപ്പെട്ട് പത്രക്കാരിൽ ഞങ്ങൾക്കൊരു ശേഷം വിളിച്ചു എങ്ങനെ കിട്ടി? ഞങ്ങൾ കുറെ കാലമല്ലോ ഞങ്ങളെന്താണ് ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, ഞാൻ BCom ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷെ എനിക്ക് BCom കിട്ടിയില്ല, എനിക്ക് BBA എനിക്ക് കിട്ടിയത്. എന്റെ ഭാവി പകർന്നു പോയി. അതിന് പറഞ്ഞ മറുപടി ഏറ്റവും സ്കോപ്പ് ഉള്ളത്. അപ്പൊ അതിന് അദ്ദേഹം ആദ്യം രസമായിട്ട് പറയാം, ഏറ്റവും സ്കോപ്പ് ഉള്ളത് ഇപ്പൊ കൊട്ടേഷൻ സംഘത്തിന് പോലെ ശമ്പളം കിട്ടാൻ മണിക്കൂർ 10-25 ലക്ഷം രൂപ മാസമാണ്. ഇത് ഏറ്റവും കൂടുതൽ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന് പോലെ 25 ലക്ഷം 8 കിട്ടുന്നവർക്ക് പിന്നെ അറിയാൻ പറയും.
ഭാഷ ട്രാൻസ്ലേഷൻ ആണ്. അറബി ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ. ഒരു മണിക്കൂറിന് $1000. ഒരു മണിക്കൂർ $1000 അതിന്റെ അപ്രൂവൽ മുതലൊക്കെ നന്നായി കിട്ടിയാൽ അപ്പൊ ട്രാൻസ്ലേഷൻ, പ്രത്യേകിച്ച് സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ പോലുള്ളതൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് അറബിയൊക്കെ കുറെ ആയിപ്പോയി. ഇങ്ങനെയുള്ള ഭാഷകൾ നന്നായി കൊടുത്താൽ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ മഅദിൻ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 2500 ബിരുദധാരികളെ മഅദിൻ പുറത്തിറക്കാൻ കഴിഞ്ഞാൽ മതപണ്ഡിതന്മാരെ 250 ഡോക്ടർമാർ. ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒഴിവാക്കിയാൽ വളരെ പ്രയാസത്തിലാണ്. ഇന്നലെ യാത്ര ക്യാൻസൽ ചെയ്യണോ എന്നുള്ള വല്ലാതെ വിഷമത്തിൽ, കാരണം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന മഅദിന്റെ എല്ലാമായ കുഞ്ഞാപ്പു ഹാജി വളരെ സീരിയസ് ആയിട്ട് ഡോക്ടർമാർ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാം പ്രിയപ്പെട്ട കുന്നമംഗലം നിസാമി വളരെ സീരിയസ്. എന്റെ ഉമ്മ ഇന്നലെ ടെസ്റ്റിൽ വളരെ മോശം പെട്ടെന്ന്. പക്ഷേ ഡോക്ടർമാർ വന്നിട്ട് ഒരു മരുന്നിനെ കുറിച്ച് പറയാൻ ഡോക്ടർമാരുണ്ടായതുകൊണ്ട് അവരെല്ലാം ഉണ്ടാക്കി മൊബൈലൈസിലാക്കി കൊട്ടേഷൻ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ മണിക്കൂർ വെച്ച് വിളിക്കും. എന്നിട്ട് ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസം പേടിക്കണ്ട. ഞാൻ ചോദിക്കാൻ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ വല്ലതുണ്ടോ? നിങ്ങൾ ഒരുപാട് സംഭവിക്കില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒന്നവരുടെ ദോഷിയോടുകൂടെ എന്റെ മകൻ വിളിച്ചു. മൈക്രോ ഹോസ്പിറ്റലാണ് മരിക്കുന്നത്. പക്ഷേ എനിക്ക് എല്ലാ നഷ്ടമുണ്ടായിരുന്നു. പക്ഷെ മരിക്കുമ്പോണ്ടായത് അന്വേഷിച്ചപ്പോ ഏതായിട്ടും എന്നോട് വെച്ചിട്ടാണ് ഞാൻ പൈസ ആക്കുന്നില്ല, വെന്റിലേറ്ററിൽ ആക്കുന്നില്ല. പൾസ് കുറഞ്ഞു വരികയാണ്. പരീക്ഷ കൂടെയാണ്. അപ്പോൾ ഡോക്ടറിന്റെ കിരുവല്ലി കൊടുക്കാൻ ഇത്തരുടെ കാർഡിയോളജിസ്റ്റ്, ഗ്രാഫി ഡോക്ടർ, അതുപോലെ തന്നെ ആക്ഷൻ ഡോക്ടർ, ഇത്തരം കുറെ ഡോക്ടർമാരെ കൂടെ പഠിച്ചാണ്. അത് പക്ഷേ എന്തായാലും മനസ്സ് കുറഞ്ഞു വരികയാണ്. വളരെ സീരിയസ് അപേക്ഷ കൊടുത്താക്കുന്നില്ല, വെന്റിലേറ്ററിൽ ആക്കുന്നില്ല, ആക്കുന്നില്ല. അവർ വേറെ പറ്റും എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ എവിടെ കൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഡോക്ടർമാര് 3100 എഞ്ചിനീയർമാർ അള്ളാന്റെ എന്ന് മാത്രമല്ല 3100 എഞ്ചിനീയർ ജോലി ചെയ്യാൻ ഒരൊറ്റ ആളുകളാണില്ല. കാരണം എന്തുകൊണ്ട് ഫോറിൻ ഭാഷകളുമായിട്ടൊക്കെ 128 PhD, 128 MRD PhD, ക്രിമിനോളജിയിൽ PhD എടുത്തിട്ട് ചാവക്കാട് വടക്കേക്കാടുണ്ടോ വടക്കേക്കാട് PhD എടുത്തിട്ട് SP മാർക്ക് താമസിക്കുക. എങ്ങനെ പോലീസ് സൂപ്രണ്ടില്ലേ, ഒരു ബാച്ചിലെ 15 പോലീസ് സൂപ്രണ്ടുമാരുണ്ടാവും. എങ്ങനെയാണ് കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് തെളിയിക്കേണ്ടത്? മാന്യൻ സന്ധികൾ, ശ്രീചക്രന് PhD, അങ്ങനെ തുടങ്ങി ലോകത്തെ ആദ്യ PhD, കുസാറ്റിന്റെ PhD, അങ്ങനെ തുടങ്ങി ഇപ്പോ ഇന്ന് കുസാറ്റിൽ എക്കണോമിക്സിന് PhD 10 അത് ഓരോന്നും കൂടെ ഇങ്ങനെ തുടങ്ങി. 2500 സാധാരണ കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ് 42 കൊല്ലം ഇതിനൊക്കെ ആധാരം തരാ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയതൊക്കെ 42 കൊല്ലായി ആ സ്വലാത്തിൽ മുടങ്ങിയിട്ടില്ല. 1000 ഹാഫിമീങ്ങൾ 600 യൂണിവേഴ്സിറ്റി 600 കുട്ടികൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പം PGക്കും PhDക്കൊക്കെ ലോക പ്രശസ്തമായ 100 കമ്പനികൾ 38 കമ്പനികളും അതെത്തിക്കഴിഞ്ഞു സന്ധികൾ എത്തിക്കഴിഞ്ഞു. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത 20,000-ലധികം ആളുകളെ ലഹരിന് മാറ്റി കാക്കിയില്ല. 20,000-ലധികം ആളുകൾ ലഹരിന് മാറ്റി കാക്കിയില്ല. ഈ കിതാബിലെ ഉസ്മാൻ മുസ്ലിയാരെ മരുമകൻ നിങ്ങൾക്കറിയാലോ, സ്വാലി എന്തായത് അസ്ഹർ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോയി ഏകദേശം 1050 കൊല്ലമായി. ഈ 1050 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഫുള്ള് A+ഓടെ ഫുൾ മാർക്കോടെ കൂടെ ഒരു ഇന്ത്യക്കാരൻ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുക ആദ്യമായിട്ടാണ്. 5ാം ക്ലാസ് മദ്രസ സ്കൂളിൽ കഴിഞ്ഞിട്ട് എവിടെ വന്നാണ് മതിക്ക് വന്നത്. പിന്നെ അസ്ഹറിൽ പോകുന്നവരും വേറെ ഒറ്റ സ്ഥാനത്തിലും പഠിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ എത്ര കുട്ടികളാണ് അങ്ങനെയുള്ള മതപരമായ
സെക്കൻഡ് റാങ്ക് കർണാടക ആസിഫിനാണ്. കർണാടകയിൽ എത്ര കുട്ടികളാണെങ്കിലും മഴയിലൊക്കെ മർക്കസിലൊക്കെ ആണെങ്കിലും അൽഹംദുലില്ലാഹ് ആദ്യത്തെ 10, 8, 9, 6 താരങ്ങൾ അതിരികളായിട്ട് ഒരേ സമയത്ത് കിതാബിൽ കഴിവുണ്ടാക്കുന്നു, ഭാഷയിൽ കഴിവുണ്ടാക്കുന്നു, ടെക്നോളജിയിൽ കഴിവുണ്ടാക്കുന്നു, എല്ലാ വിഷയങ്ങളൊക്കെ പോകട്ടെ. അതെല്ലാം മാറ്റി നിർത്തി അതൊക്കെ അത് അമ്മാതിരി കുട്ടികളെ ബ്രില്യന്റായ കുട്ടികളെ എന്തായിട്ട് ഇന്റർവ്യൂ ആർക്കും വേണ്ടാത്ത കുട്ടികളെ, ഒന്നും പറ്റാത്ത കുട്ടികളെ മാറ്റിയെടുക്കുന്നത് കണ്ണിൽ കാഴ്ചയില്ലാത്തവർ, സംസാരശേഷിയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഇമ്മാതിരി കുട്ടികളൊക്കെ കഴിഞ്ഞ നവംബർ 14 നിങ്ങളുടെ വീട്ടിലെ മുഖ്യധാര പത്രങ്ങളിലേക്ക് മറിച്ചു വയ്ക്കാം. ഈ ഒരൊറ്റ കൊല്ലം മാത്രം കേരളത്തിൽ 9 കുട്ടികളെ അച്ഛനമ്മമാരും. എന്തുകൊണ്ട്? കുട്ടികളുടെ പരാക്രമം കൊണ്ട്, കുട്ടികൾ നോക്കാൻ കൊള്ള. എന്നാൽ ഞങ്ങൾ തുടങ്ങിയിട്ട് 26 കൊല്ലായി. ഞങ്ങൾക്ക് ഇന്നേ ഒരു 5 വർഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ആ കുട്ടികളെ വലിയ ആശ്വാസമാണുള്ളത്. എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇത് എന്താണ് മാറ്റി നടക്കുന്നത്? എല്ലാവർക്കും അതിന് വലിയൊരു സ്വലാത്ത് മതി സ്ഥലത്തുണ്ട്. അവിടെ 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 നടക്കുന്നു എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂർ പറഞ്ഞാൽ തീരുന്നതല്ല. 2 കണ്ണിൽ കാഴ്ചയില്ലാത്തവരാണ്. എത്ര ആളുകൾ ദുബായ് ഭരണാധികാരം നടത്തുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ദുബായ് ഭരണാധികാരി നടത്തുന്ന അറബിക് റീഡിംഗ് ചലഞ്ചിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടുന്നതിനാണ് കോഴിക്കോടിലൂടെ 2 കൈക്കും സ്വാധീനമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കഴിയാത്ത ആ ജസ്ബർ ഇവിടുത്തെ ഭരണാധികാരിന്റെ പ്രവർത്തനത്തിൽ വരച്ചിട്ട് വേണ്ട മിസവും സാധിച്ച് അതൊക്കെ ഇവിടെ കാണിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 കണ്ണും കാഴ്ചയില്ലാത്ത ജനാധിപത്യം അതിരിക്കെ ദുബായ് ജലീൽ 12 ലക്ഷം രൂപ കവർ കൊടുത്തത് എന്തിന്റെ പേരിൽ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്? 9 കൊല്ലം കൊണ്ടാണ് ABC തൊട്ട് തുടങ്ങിയിട്ട് SLC, +1, +2, ഡിഗ്രിയും PGയും JRF. അപ്പൊ അവർ ചോദിക്കാൻ നിങ്ങൾ കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. 12 ലക്ഷം രൂപയുടെ കാരണം എന്താണ്? സമ്മേളനത്തിൽ കൊടുത്തത് ഇതൊക്കെ കാണുന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ